എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു സ്വാഗതം. പ്ലസ് വൺ അലോട്ട്മെൻറ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപേക്ഷ വിദ്യാർത്ഥികളുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ജൂലൈ മാസം 28 മുതലാണ് നടക്കുക. 28 മുതലല്ല, 28 വരെയാണ് നടക്കുക. അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലിലുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിനെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് ഇതിനടക്കം പ്ലസ് വൺ അലോട്ട്മെൻറ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിലേക്കുള്ള അപേക്ഷ വിദ്യാർത്ഥികളുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഇന്ന് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അഡ്മിഷൻ ജൂലൈ മാസം 28 വരെയാണ് അതായത് സ്കൂളുകളിൽ അഡ്മിഷനായിട്ട് വിദ്യാർത്ഥികൾ ഹാജരാവേണ്ടത്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായും പുതിയ സ്കൂളിലേക്കോ പുതിയ കോഴ്സിലേക്കോ മാറണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപേക്ഷ ടൈമിലും വിദ്യാർത്ഥികളോട് ഇക്കാര്യം നമ്മൾ സൂചിപ്പിച്ചു. നിങ്ങൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അഥവാ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുള്ള സ്കൂളും പോകാൻ ആഗ്രഹമുള്ള കോഴ്സും മാത്രമേ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ നൽകാൻ പാടുള്ളൂ എന്ന് നമ്മൾ വിദ്യാർത്ഥികളോട് അതാ സമയത്ത് നമ്മളത് കൃത്യമായി വിദ്യാർത്ഥികളോട് ഇൻഫോം ചെയ്തിരുന്നു. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു സ്കൂളും ഒരു കോഴ്സും ഒരു കോഴ്സും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായും നിങ്ങൾ ആ പുതിയ സ്കൂളിലേക്കും പുതിയ കോഴ്സിലേക്കും മാറണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ പറയുകയാണ് എനിക്ക് പഴയ സ്കൂൾ മതി, പഴയ കോഴ്സ് മതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ കാര്യമില്ല. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ പുതിയൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റായി ലഭിച്ചാൽ നിങ്ങൾ അങ്ങോട്ട് നിർബന്ധമായി മാറണം എന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വസ്തുത തന്നെയാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്കിപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ പുതിയൊരു സ്കൂളും പുതിയൊരു കോഴ്സും കിട്ടിക്കഴിഞ്ഞാൽ നിലവിലുള്ള സ്കൂളും കോഴ്സും ക്യാൻസലാകുകയും നിങ്ങൾ പുതിയയിടത്തേക്ക് മാറേണ്ടി വരും. പകരം നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് പുതിയ സ്കൂളോ പുതിയ കോഴ്സോ കിട്ടിയില്ല, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പഴയ തന്നെ കണ്ടിന്യൂ. നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ യു ഹാവ് നോ ട്രാൻസ്ഫർ എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പഴയ സ്കൂളും കോഴ്സും തന്നെ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും നിങ്ങൾ പുതിയ ഓപ്ഷനിലേക്ക് മാറണം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചാൽ ഉടൻ അറിയാനുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരും, മിനിറ്റുകളിലും വരും, ഹവേഴ്സിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്കാണ്. ഇപ്പോൾ ആ ലിങ്ക് അവിടെ വന്നിട്ടില്ല. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഡിസ്ട്രിക്റ്റ് നൽകി ജില്ലയും നൽകി ലോഗിൻ ചെയ്യാനുള്ള വിൻഡോ ആണ്. ഇത് നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. അല്ലെങ്കിൽ യു ഹാവ് നോ ട്രാൻസ്ഫർ എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ജൂലൈ 28 നിങ്ങൾക്ക് ലഭിച്ച സ്കൂളിൽ പ്രവേശനത്തിനായിട്ട് ഹാജരാവണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ആൻഡ് ഇൻഫോർമേഷൻ.